ഫസൽ ഗഫൂർ, ഇപ്പം യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് അവരുടെ നേതൃയോഗം ചേർന്നത്. അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനവികാരം അത് മാനിക്കണം, യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്തെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ലീഗിന്റെ മുഖ്യമന്ത്രി ഓപ്ഷൻ, ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് വളരെ സിമ്പിളാണ്. ഈ വാർത്ത ഇപ്പോൾ വലുതായിട്ട് വന്നത് മീഡിയ വണ്ണിലും മാധ്യമത്തിലും ഹെഡിങ് ആയിട്ട് വന്നു. ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള മട്ട്. ലീഗ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ലീഗിൻ്റെ മീറ്റിംഗ് കൂടുകയും MLA-മാരൊക്കെ പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതിൽ ഭൂരിപക്ഷം MLA-മാരും, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ കാരണം ഞാൻ അവരായിട്ട് ദീർഘകാലമായിട്ടുള്ള അടുപ്പവും ബന്ധമുള്ളതാണ് കൊണ്ട് എനിക്ക് ന്യൂസ് കിട്ടും അതിനെപ്പറ്റി. അല്ലാതെ ഞാൻ ചർച്ച നടത്തിയെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് VD സതീഷിന് അനുകൂലമായിട്ട് ആണ് അവർ പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞത് ഇപ്പോൾ സതീഷിന് ഇല്ലെങ്കിൽ തന്നെ രമേശ് ആയാലും കുഴപ്പമില്ല എന്നാണ് അവർ അഭിപ്രായം പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. ഇവിടെ ദീർഘകാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. ഒന്ന് കഴിഞ്ഞ നമ്മുടെ വിജയൻ മിനിസ്ട്രിയിലും ഇപ്പോഴത്തെ മിനിസ്ട്രിയിലും അവർ രണ്ടുപേരും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് 2 ലോക്സഭാ ഇലക്ഷനുകളിൽ അവർ ജയിച്ചു. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ജയിച്ചു. പക്ഷേ മുൻതൂക്കം VD സതീഷിനാണെന്നാണ്. പക്ഷേ ഇനി ഞാൻ പറയാം, ജനഹിതത്തെ പറ്റിയിട്ടാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ജനഹിതം എങ്ങനെ വരും എന്നുള്ളൊരു സിനാറിയോ ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ് ലീഗിന് സ്വാധീനം വരാൻ പോകണം. ഉദാഹരണമായിട്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റ് കിട്ടിയിട്ടുള്ളത് 63 സീറ്റാണ്. 63 സീറ്റ് എന്ന് പറഞ്ഞാൽ 1960-ൽ കോൺഗ്രസിന് അന്ന് അത് പട്ടം താനുവിളക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വന്നു. R. ശങ്കറായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ്. അത് ഘടകകക്ഷികളൊക്കെ കൂടിയിട്ട് പറഞ്ഞാൽ പട്ടത്തിനാക്കണമെന്ന്. പിന്നീട് അവർ പട്ടം പറപ്പിക്കുന്നതുമായ തന്നെ ഗവർണറായിട്ട് പറപ്പിച്ചു വിട്ടു. അത് വേറെ വിഷയം. പിന്നീട് AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ കരുണാകരൻ ഒരിക്കലും ഇത്ര MLA-മാരെ കിട്ടിയിട്ടില്ല. AK ആൻ്റണി വരുമ്പോൾ അദ്ദേഹത്തിന് 63 MLA-മാരെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു UDF ഗവൺമെൻറ്റാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൽ ചർച്ചകളുണ്ടാവും. അദ്ദേഹം പറഞ്ഞ ചർച്ചയുണ്ടാവും, ഉദയകക്ഷി ചർച്ചയുണ്ടാവും എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിഞ്ഞൂടെ ഇവർ തമ്മിൽ ഏതായാലും പരസ്യമായിട്ട് ചർച്ച ഉണ്ടാവാറില്ല. കാരണം കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളെ ആണ് അംഗീകരിക്കുക. പക്ഷേ പൊതുവേ ഇത് വോട്ടിങ്ങിലൂടെയല്ല ചെയ്യുന്നത്. ഇത് പൊതുവേ ചെയ്യാറെന്ന് വെച്ചാൽ MLA-മാരുടെ ഹിതം അറിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡിലോട്ട് അയക്കും. അത് യൂഷ്വലി ഒരു 1 വേർഡ് ലെറ്ററാണ് പലപ്പോഴും കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടികൾ ചെയ്യാറ്. അവർ വോട്ടൊന്നും പോകില്ല. അവർ ഇതും ഓതറൈസിങ് ദ കോൺഗ്രസ് പ്രസിഡന്റ്. പൊതുവേ മുമ്പ് ഇന്ദിര, പിന്നെ രാജീവ് ഗാന്ധി, പിന്നെ ആരായാലും മനസ്സിലല്ലേ എന്നുള്ള നിലക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ അയക്കുന്നത് ഇവർ അംഗീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിനേറിയോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സിനേറിയോ എങ്ങനെ വരാൻ പോകണമെന്ന് വെച്ചാൽ അസ്യൂമിങ് ദാറ്റ് കോൺഗ്രസ് ഗെറ്റ്സ് മോർ ദാൻ 90 സീറ്റ്സ്. അപ്പോൾ ജനഹിതം എന്താണ്? ജനഹിതം VD സതീഷിന് അനുകൂലമാണ്. കോൺഗ്രസ് ജസ്റ്റ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ മാറ്റയോ അപ്പോൾ 74 76 ഒക്കെ സീറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ദർ ഇസ് നോ സതീഷൻ ഫാക്ടർ ദെയർ. അത് ഇറ്റ് ഈസ് എൻ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MLA-മാരെ ഹിതം നോക്കും. MLA-മാരുടെ ഹിതം നോക്കണേ. ഞാൻ വ്യക്തമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാണ് എല്ലാവരും കാര്യപ്പെട്ട കോൺഗ്രസ്സുകാരോട്. അപ്പോൾ അതനുസരിച്ചിട്ട് KC വേണുഗോപാലിന് മുൻതൂക്കം വരും. കാരണം രണ്ടുപേർക്കും ക്രെഡിറ്റ് ഉണ്ടാവില്ല, രമേശിനും സതീഷിനും. ഇത്തരത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനേറിയോ പോകാൻ പോണത്. വേറെ ചില ആൾക്കാർ തിരിച്ചും പറയുന്നുണ്ട്. അതായത് 75 76 സീറ്റ് വരണമെങ്കിൽ 5 8 MLA-മാർ രമേശിൻ്റെ കൂടെ അല്ലെങ്കിൽ സതീഷിൻ്റെ കൂടെ ഉണ്ടാവും. അവർ ഇടയും, അതുകൊണ്ട് KCക്ക് കിട്ടില്ല. അതൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം, ആ കാലഘട്ടമൊക്കെ പോയി. മനസ്സിലായില്ലേ? അത് AK ആൻ്റണീനെ കൊണ്ട് മാത്രമേ ചരിത്രത്തിൽ കോൺഗ്രസിനെ ബ്രേക്ക് ചെയ്ത് വേറൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് മുമ്പ് കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. PT ചാക്കോൻ്റെ വിഷയത്തിൻ്റെ മുകളിൽ ക്രൈസ്തവ നായർ MLA-മാർ ഇറങ്ങിപ്പോയിട്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതായാലും മുരളീധരൻ കയറി തൃശ്ശൂർ പൂരമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം വലിയൊരു വിജയമായിട്ട് പറയുന്നു. ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിക്കൂടെ മുരളീധരൻ? അദ്ദേഹത്തിന് എന്താ യോഗ്യത കുറവുള്ളത്? അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം ഫസൽ ഗഫൂർ മുരളീധരൻ്റെ ആളാണെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ ഫീൽഡിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് തീർച്ചയായിട്ടും ഒരു സേ ഉണ്ട് ഈ കാര്യങ്ങളിൽ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലിപ്പോ നമ്മൾ ഇങ്ങനെ ധരിക്കരുത്. മുസ്ലിം ലീഗ് ഓൾറെഡി അറിയിച്ചു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ആദ്യം ഭൂരിപക്ഷം കിട്ടണം. 2, UDF യോഗം ചേരും.
ഘടകകക്ഷികളെ കേൾക്കും, അതിനുശേഷം തീരുമാനിക്കും. അങ്ങനെ ഘടകകക്ഷികളെ കേട്ട് ഇതിനു മുൻപും UDF-ന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഘടകകക്ഷികളെ കൂടി കേട്ടിട്ടാണോ കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് കേൾക്കാത്ത അല്ലെങ്കിൽ പതിവില്ലാത്തൊരു സിനാരിയോ ആണോ ഈ ലീഗിന്റെ ഈ പ്രസ്താവന? അല്ല, ലീഗിൻ്റെ പ്രസ്താവന പറഞ്ഞത് ശരിയൊന്നുമല്ല. ഞാൻ അതിന് ബദലൊരു കാര്യം പറഞ്ഞുതരാം. കരുണാകരനെ ചാര കേസിൽ മാറ്റി. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായൊരു നിലപാടെടുത്തു, കരുണാകരൻ രാജിവെക്കണം. എനിക്ക് ഓർമ്മ, അനൂപിനാണ് തിരുത്താൻ എൻ്റെ ഓർമ്മയെടുത്ത് പറയുന്ന ആ സമയത്ത് കരുണാകരന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നേ. അന്ന് മാധവ് സിംഗ് സോലങ്കിയും എൻ്റെ അഭിപ്രായത്തിൽ GK മൂപ്പനാറും ഇവിടെ വരികയും അവരെന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ MLA-മാരെ ഹിതം മാത്രമല്ല എടുത്തത്, അവർ MP-മാരെയൊക്കെ വിളിച്ചു. പിന്നീട് അന്നത്തെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ദാമോദരൻ കാളശ്ശേരിയെയും A റഹീമിനെയൊക്കെ വിളിച്ചു, മുൻ ഗവർണർമാരെ വിളിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഒരു അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഇത് ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് പറഞ്ഞുതരാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് പല രീതിയിൽ പെരുമാറും. ചിലപ്പോൾ അവർ ഒപ്പോസിഷൻ ലീഡറാക്കും, ചിലപ്പോൾ അവർ MP-മാരെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും, ചിലപ്പോൾ ഉയർന്ന നേതാവ് AK ആന്റണി അദ്ദേഹത്തെ കൊണ്ടൊന്നും അതിനൊരു ഇമ്പോർട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് PCC പ്രസിഡന്റ്മാരാക്കിയതുണ്ടല്ലോ. ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ പൈലറ്റായിട്ട് തർക്കമുണ്ടായിരുന്നു, സച്ചിൻ പൈലറ്റായിട്ട്. അപ്പോൾ കോൺഗ്രസ് പല രീതിയിലാണ് പറഞ്ഞത്. ആ ഒരു സെറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഒരു പാറ്റേൺ ഉണ്ട്. അവർ 2 ഒബ്സർവർമാരോ 3 ഒബ്സർവർമാരോ ഒന്ന് ഹിതം അറിയും. ഹിതം അറിഞ്ഞിട്ട് ആ ഹിതം അവിടെ കൊണ്ടുപോയിട്ട് അത് ഹിതം ശരിയാണോ അല്ലേ എന്നുള്ളത് അവർ പരിശോധിക്കും. ഹൈക്കമാൻഡിനും കൂടെ അത്തരം അതിലൊരു ഹിതം ഉണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? അതനുസരിച്ച് ഒരു ഹിതപരിശോധന നടത്തിയിട്ടാണ് കോൺഗ്രസ് നടത്തുക. അപ്പോൾ ആ ലൈനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അതിൽ വിവാദങ്ങളിലോട്ട് ഞാൻ രണ്ടാമത്തെ എനിക്ക് ചാൻസ് വരുമ്പോൾ ഞാൻ പറയാം.